എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ നീക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടൊരു അപ്ഡേറ്റ് ആയിരിക്കും, എങ്കിൽ പോലും ഒന്നുകൂടെ പറയുകയാണ്. ഡീഗോ സുവേലിച്ച് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു പുറത്തേക്ക് വന്നത്. പക്ഷേ കോൺട്രാക്റ്റിലുണ്ടായ എന്തോ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാഞ്ഞ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ നീക്കത്തിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബും അതുപോലെ ബ്ലാസ്റ്റേഴ്സും എല്ലാവരോടും ഇൻവോൾവ് ചെയ്തൊരു നീക്കമായിരുന്നു. ബട്ട് അത് എന്താ പറയുക, ഇടയ്ക്ക് വെച്ചില്ലാതായിപ്പോയി. വന്നിരുന്നെങ്കിൽ ഒരു മികച്ച താരമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച താരമായിരുന്നു. കാരണം ക്രൊയേഷ്യൻ ഫസ്റ്റ് ഇയർ, അതുപോലെ തന്നെ റൊമാനിയ ഫസ്റ്റ് ഇയർ, ചെക്ക് റിപ്പബ്ലിക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും, അതായത് യൂറോപ്പിലെ മിക്കവാറുള്ള ലീഗുകളിലൊക്കെ കളിച്ചിട്ടുള്ളൊരു സൂപ്പർ താരമാണ് ഇദ്ദേഹം. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, പിന്നെ ഒരു ഹൈറ്റുള്ള താരമാണ്. സെറ്റ് പീസൊക്കെ വന്നാൽ ഗോളടിക്കാൻ പറ്റിയ കൂടി ഒരു താരം കൂടിയാണ്. ക്രൊയേഷ്യക്കാരല്ലെങ്കിലും നമുക്കറിയാം മികച്ച താരങ്ങളാണ് വരുന്നവരെല്ലാവരും തന്നെ. സോ എന്തായാലും അത്രയ്ക്കും മികച്ചൊരു താരമായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും അങ്ങനെ മറ്റൊരു നീക്കവും കൂടി ഇല്ലാതായി. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മലപ്പുറം FCക്ക് വേണ്ടി കളിച്ച ഫസ്ലു റഹ്മാനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് SC ബംഗളൂരു FC അല്ല, SC ബംഗളൂരുവാണ് ഐ ലീഗ് കളിക്കുന്നത്. എന്തായാലും ഇവർ അത്യാവശ്യം നല്ലൊരു പൊസിഷനൊന്നുമല്ല ഇപ്പോൾ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് സൈനിങ് അവർ നടത്തുന്നത്. പക്ഷേ ഈ ഒരു താരം മലപ്പുറം FCക്ക് വേണ്ടി വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. മിഡ്ഫീൽഡിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ്. മലപ്പുറം FC വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോഴും എന്തായാലും ഇതിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടൊന്നുമല്ല അദ്ദേഹം ഐ ലീഗ് കളിക്കുന്ന. നേരത്തെ മുഹമ്മദൻസ്, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക, എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ യുണൈറ്റഡൊക്കെയാണെന്ന് തോന്നുന്നു, അതിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ്. സോ എന്തായാലും എന്താ പറയുക, രാജസ്ഥാൻ യുണൈറ്റഡ് അല്ല, ഡൽഹി FCക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ്. സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ്ങാണ് SC ബംഗളൂരു നടത്തിയിരിക്കുന്നത് അവരുടെ മിഡ്ഫീൽഡിലേക്ക്.